ഹായ് ഓൾ, വെൽക്കം ടു അഡാക് 24/7 മലയാളം. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് സെൻട്രൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഫോക്കസ് ചെയ്യേണ്ട കറണ്ട് അഫയേഴ്സിലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് എന്തായാലും നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് നാഷണൽ ന്യൂസ് ആണ്. നാഷണൽ ന്യൂസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്റർനാഷണൽ ന്യൂസ് എന്ന് പറയുന്നത്. എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എക്സാംസ് എഴുതുന്ന ആളുകൾക്ക് അറിയാം, ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് നാഷണൽ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇവന്റ്സും. അതുപോലെ തന്നെ പുതിയ അപ്പോയിന്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ പ്രസിഡന്റ്സ്, അതുപോലെ പുതിയ പ്രൈം മിനിസ്റ്റേഴ്സ്, പുതിയ ഗവർണേഴ്സ്, പുതിയ CMs, അങ്ങനെ പിന്നെ നിതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ്, അതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. റീസെൻ്റ് ആയിട്ട് ഒരു 6 monthsനുള്ളിൽ നടന്നിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റ്സും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് വുമൺ ഇൻ ന്യൂസ്. സ്ത്രീകൾ അതുപോലെ കുട്ടികൾ, ഇവരുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് നടന്നാലും, എന്തെങ്കിലും നിയമങ്ങൾ വന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും സ്ത്രീകൾ കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ്, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകൾ വാർത്തകളിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. അതുപോലെ എൻവയോൺമെന്റ് ഡേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻവയോൺമെന്റ് ഡേ എന്നാണെന്നുള്ളത് സ്ഥിരമായിട്ട് എക്സാമിൽ ചോദിക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും തീം ഉണ്ടെങ്കിൽ, ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേക തീം ഉണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. അതുപോലെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡ്സ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബുക്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ, അതെല്ലാം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡേയ്സ് ആൻഡ് തീംസ് നമുക്കറിയുന്നതാണ്, നമ്മൾ എക്സാംസിലൊക്കെ കാണാറുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്, പ്രത്യേകിച്ച് ഈ എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡേയ്സ് ഒക്കെ എപ്പോഴും എക്സാമിൽ ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ തീമും ചോദിക്കാറുള്ളതാണ്. ഇനി ഇന്ത്യസ് റാങ്കിങ് ഇൻ വേരിയസ് ഇൻഡെക്സസ്. നമുക്കറിയാം ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ട്, അല്ലെ, ജെൻഡർ ഇക്വാലിറ്റി ഇൻഡെക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇൻഡെക്സുകൾ നമ്മൾ വായിക്കുന്നതാണ്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ ഒന്നാമതെത്തിയത് ആരാണ്, ഇത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇൻഡെക്സുകൾ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അടുത്തൊരു ടോപ്പിക്കാണ് ഇന്ത്യ ആർട്ട് ആൻഡ് കൾച്ചർ. ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റ്സിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ആർട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡാൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എക്സാംസിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ. അത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ചിലതൊക്കെ ചില ഫെസ്റ്റിവൽസൊക്കെ ഗിന്നസിലും അങ്ങനെയൊക്കെ കയറി എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിട്ടുണ്ടാവണം. അപ്പോൾ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, റീസെൻ്റ് ആയിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, വാർത്തകളിൽ വന്നിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമ്മളത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അടുത്തത് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആണ്. ഒരു 1 ഇയറിനകത്ത് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ്, അതുപോലെ തന്നെ എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് അവാർഡ്സ് ഉണ്ട്, അല്ലേ, കുറച്ച് പ്രൈസുകൾ, നൊബേൽ പ്രൈസുകളുണ്ട്, അതുപോലെ തന്നെ ഭാരത് രത്ന, അങ്ങനെയുള്ള കുറച്ച് അവാർഡ്സ് ഒക്കെ സ്ഥിരമായിട്ട് എക്സാമിൽ ചോദിക്കുന്നതാണ്. അത് നമ്മൾ ഈ വർഷം കൊടുത്തിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത വർഷത്തെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് കൊടുത്തത് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നാഷണൽ ഫിലിം അവാർഡ്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ തൊട്ട് മുന്നത്തെ ഇപ്പോഴത്തെയും കൂടെ ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഓക്കെ. ഇനി ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്കിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ സ്കീംസ് വന്നിട്ടുണ്ട്, അത് ഏത് ബാങ്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ തന്നെ ഇതുവരെ മറ്റു ബാങ്ക്സ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു സ്കീം ഏതെങ്കിലും ഒരു ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ്, സ്ത്രീകൾ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി ബിൽസ് ആൻഡ് ആക്ട്സ്, പുതിയ എന്തെങ്കിലും നിയമം വന്നിട്ടുണ്ടെങ്കിൽ അത് അവതരിപ്പിച്ചതാരാണ്, അതുപോലെ തന്നെ അത് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച ഡേറ്റ്, പ്രസിഡന്റ് ഒപ്പുവെച്ച ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൽ ചോദിച്ച് കാണാറുണ്ട്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിൻമെന്റ്സ് ചോദിക്കാറുണ്ട്. നമ്മൾ അപ്പോയിൻമെന്റ്സ് ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിൻമെന്റ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും രാജ്യങ്ങളായിട്ട് സഹകരിച്ച് ഇന്ത്യ ഏതെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ സൈനികാഭ്യാസങ്ങളാവാം, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്, വേദി എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേദി മാത്രം അത് എവിടെയാണ്, എക്സാക്റ്റ് ആയിട്ട് എവിടെയാണ് നടന്നതെന്നുള്ള രീതിയിലൊക്കെ എക്സാമിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ എക്സസൈസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി സയൻസ് റിലേറ്റഡ് ആണ്. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിൽ വന്ന് കാണാറുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഇനി ഗവൺമെൻറ് സ്കീംസ് ആണ്. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീംസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കണം. അത് എന്നാണ് ലോഞ്ച് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ശരിക്കും സ്കീംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കീംസ് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ വായിക്കുന്ന രീതിയിൽ ഒരിക്കലും പഠിക്കരുത്. നമ്മൾ ആ ഒരു ആൻസർ പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിൽ കൊടുക്കണം. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസർ പഠിക്കുന്ന രീതിയിലേക്ക്, പിന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. ഇപ്പോൾ ഒരു സ്കീം പ്രകാരം എത്രയെങ്കിലും തുക മന്ത്ലിയോ ഇയർലിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീംസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ സ്കീം എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്, പ്രത്യേകിച്ച് വാർത്തകളിൽ വന്നിട്ടുള്ള വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. കുറേ അധികം അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ആരാന്നുള്ള രീതിയിലൊക്കെ എക്സാമിൽ ക്വസ്റ്റ്യൻ വരാം. അത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. ഇനി GI ടാക്സ് ആണ്. നമ്മൾ ധാരാളം എക്സാമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന പ്രൊഡക്റ്റിന് GI ടാഗ് കിട്ടി, ഇത് ഏത് സ്റ്റേറ്റിലെയാണ്, ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് തന്നിട്ട് അത് എന്താന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ചോക്കുവ എന്നുള്ളൊരു സംഭവം തന്നിട്ട് അത് എന്താന്നുള്ളത്, റൈസ് ആണല്ലേ, അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലെയാണ് അതിന് GI ടാഗ് കിട്ടുന്നത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മറ്റെന്തെങ്കിലും പേരുണ്ട്, ചോക്കുവ റൈസ് ആണെങ്കിൽ മാജിക് റൈസ് എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എവിടത്തെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു രീതിയിൽ ഒരു വർഷത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. GI ടാക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഫേമസ് ബുക്സ് ആൻഡ് ഓതേഴ്സ്, റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ബുക്സ് ഏതെങ്കിലും ഉണ്ടോ? വാർത്താ പ്രാധാന്യം നേടിയ പുസ്തകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് പഠിക്കുക. വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ഇവൻറ്റ്സ് ആൻഡ് സമ്മിറ്റ്സ് ആണ്. എവിടെയാണ് വേദിയായത്, അതുപോലെ തന്നെ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. എവിടെയാണ് വേദിയായത്, എത്രാമത് സമ്മിറ്റാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ എക്സാമിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ തൊട്ട് മുന്നത്തെ പ്രസൻറ്റിൽ അറിഞ്ഞിരിക്കുക. ഇനി വരാൻ പോകുന്നത് അതുകൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതും എക്സാമിൽ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി സ്പോർട്സ് റിലേറ്റഡ് വാർത്തകളാണ്. നമുക്കറിയാം അല്ലേ, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇനി മരണങ്ങളാണ് അല്ലേ, മരണങ്ങൾ അവരെന്തുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ന വ്യക്തി അന്തരിച്ചു, അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ധാരാളം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണാറുള്ളതാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് വാർത്താ പ്രാധാന്യമുള്ള വ്യക്തികൾ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരിച്ച ആ ഒരു ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ആളുകളുടെ ആ ഒരു ഡേറ്റ് ഓർക്കുക. അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് എന്നുള്ളതും ഓർത്തു വെച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് കവർ ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് തനിയെ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ആയിരിക്കാം, ആ ഒരു രീതിയിലൊക്കെ ബിസി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള നല്ലൊരു മെത്തേഡാണ്. ഒരുപാട് സമയമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അഡാ 247 മലയാളത്തിൽ സെൻട്രൽ എക്സാം സ്പെഷ്യൽ കറണ്ട് അഫെയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കേരള PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ബാച്ച് ഉണ്ടായിരുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരുന്നു അത്. അതുപോലെ തന്നെ സെൻട്രൽ എക്സാം സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിവസം നിങ്ങൾ ഒരു അല്പം സമയം മാറ്റിവെക്കാൻ റെഡി ആണെങ്കിൽ കറണ്ട് അഫെയർസ് ഉള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ഒരിക്കലും ബേർഡൻ ആവില്ല. ഇപ്പം നമുക്ക് ലൈവായിട്ടാണ് ക്ലാസ്സുകൾ ഉള്ളത്. നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്ലാസ്സിന് നേരെ തന്നെ നോട്ട്സും ഉണ്ടായിരിക്കും. ക്ലാസ് കാണുക, നോട്ട്സ് വായിക്കുക, പഠിക്കുക. നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി കാണാം. എങ്ങനെ റെക്കോർഡാണ് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈവ് ക്ലാസ് കാണുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർത്ത് പോകാം. ഇനിയിപ്പോൾ ഡൗട്ട് റെക്കോർഡ് ക്ലാസ്സിനാണ് ഡൗട്ട് വരുന്നതെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ഡൗട്ട് ചോദിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് കറണ്ട് അഫെയർസിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് കൂടിയാണ് കറണ്ട് അഫെയർസ്. അപ്പോൾ ഒട്ടും ടെൻഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? അഡാ 247 ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് RRB NTPC കേരള എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം.
അല്ലെങ്കിൽ SSC കേരള എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാം. ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഫോൾഡേഴ്സ് വരും. അതിൽ ഗണിതതന്ത്ര ബാച്ച് ഉണ്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ ബാച്ച്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ ബാച്ച് ഫോർ RRB ആൻഡ് SSC എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോൾഡർ കാണാം. ഈ എമൗണ്ടിനേക്കാളും കുറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ടിനേക്കാൾ 999 ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, Y670 എന്ന കൂപ്പൺ കോഡ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ എമൗണ്ട് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അല 24/7 ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കറണ്ട് അഫെയർ ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ കുറേശ്ശെയായിട്ട് പഠിച്ചു തീർക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക, ഒരുപാട് ഡിലേ ആക്കരുത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാനായിട്ട് റെഡി ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്